ഒരു നിമിഷത്തെ തോന്നലിൽ അത് ചിലപ്പോ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയാലും മതി. രാജറാം സർ, സോറി സാന്ദ്ര മാഡം, അങ്ങനെ സംഭവിക്കുമെന്നല്ല. പക്ഷെ ശ്രീലക്ഷ്മി കുരുക്കഴിക്കാൻ നോക്കിയിടത്തൊക്കെ അത് മുറുകയാണ് ചെയ്തത്. ആ കുരുക്കിൽപ്പെട്ട് രവിക്കും ശ്വാസം മുട്ടുന്നുണ്ട്. മനസ്സിലാകുന്നു സർ. എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ ഇനിയും പിന്മാറാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ചും രാജാറാം സാർ വിചാരിച്ച ചിലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനെന്ത് വിചാരിക്കാൻ? സാന്ദ്രയോട് എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, കഥയൊന്ന് മാറ്റി പിടിച്ചാ മതി. ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച ലക്ഷ്മണൻ പോയി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ? സർ, ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടേണ്ടാണെങ്കിൽ ദേഷ്യപ്പെടും. അതിനൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. എന്താ എനിക്ക് ചോദിക്കാനുള്ളത്? മുൻപ് വീട്ടിൽ വെച്ച് ഞാൻ ചോദിച്ചതാ. സാറ് വ്യക്തമായിട്ടൊരു ഉത്തരം തരാത്തതുകൊണ്ടാ ചോദിക്കുന്നത്. മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാൻ മാത്രം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാറിനോട്? അഥവാ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടും ശ്രീലക്ഷ്മിയായി ജീവിക്കാൻ എന്നെ അനുവദിച്ചൂടെ? കുറച്ചു നാള് കൂടിയെങ്കിലും. ഇപ്പൊ ഓൾറെഡി കുറച്ചു നാളായില്ലേ. എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ബേസിക്കലി ഞാൻ രവിചന്ദ്ര വർമ്മനും താൻ കൺമണി മാത്രമാണ്. അല്ല സർ, ഞാൻ ശ്രീലക്ഷ്മി. പ്ലീസ്.
ശ്രീലക്ഷ്മി, താൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നില്ല, എന്റെ കൂടെ വരുന്നു. ഡ്രൈവർ, ബസ് നിർത്തൂ, സ്റ്റോപ്പ് ഇറ്റ്. ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു. ശ്രീലക്ഷ്മി തന്നെ വിട്ടു പോയാ രവിവർമ്മൻ പിന്നാലെ പാഞ്ഞെത്തി വണ്ടി തടയും. ഇത് കാലം മാറിപ്പോയി. കൺമണിയെ തിരക്കി രവിവർമ്മൻ ഒരിക്കലും വഴിയിലെ വണ്ടി തടയില്ല, ഒരിക്കലും. സാറിന്റെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു. ഇത് ഞാൻ തന്നെയാ, സാറിന്റെ സ്വന്തം ശ്രീലക്ഷ്മി തന്നെ. അതെ സർ, സത്യം. ഞാനിനി ആരൊക്കെയായി മാറിയെന്ന് പറഞ്ഞാലും സാറിന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും. ഞാൻ കൺമണിയല്ല, ശ്രീലക്ഷ്മിയാ. ശ്രീലക്ഷ്മി മാത്രം. കാരണം ശ്രീലക്ഷ്മിക്ക് മറ്റൊരാളായിട്ട് മാറാൻ പറ്റും. സാറിനോടുള്ള ശ്രീലക്ഷ്മിയുടെ പ്രണയത്തിന് ഒരിക്കലും മറ്റൊന്നായി മാറാൻ കഴിയില്ല. പക്ഷെ എന്തിന്? അതാ എനിക്ക് മനസ്സിലാവും. എന്താ അവിടെ? ആരോ ഒരാൾ കാർ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈശ്വരാ, രവി സാർ. രാജാറാം സാർ, ഒന്ന് തുറക്കോ. സാറെന്താ എവിടെ? എന്താടോ, താൻ പോയില്ലേ? ബസ് ബ്രേക്ക് ഡൗൺ ആയോ? അതോ താൻ നിർത്തി ഇറങ്ങിയെന്നാണോ? എന്താ പറ്റിയെന്ന് പറയേ. പാതിരാത്രിക്ക് ഒരുമാതിരി തനിക്കെന്തോ വാ തുറന്ന് മിണ്ടിയ. മനുഷ്യനെ വെറുതെ ഭ്രാന്ത് ഉറപ്പിക്കാതെ കാര്യം പറ കൺമണി. കൺമണിയല്ല, ശ്രീലക്ഷ്മി. What do you say? താൻ കൺമണിയല്ലേ അപ്പൊ? ശ്രീലക്ഷ്മിയാണോ താൻ?
പരിശുദ്ധമായ ഈ വസ്ത്രത്തിനകത്ത് നീ നിന്നെ തന്നെ ഒളിപ്പിച്ചാലും നീ ആരാണെന്നും എന്താണെന്നും അറിയാൻ എനിക്ക് നിന്റെ ഈ കണ്ണുകൾ തന്നെ ധാരാളം. പറയേ, മറയില്ലാതെ നീ ഇപ്പൊ എന്നെ കാണുന്നത് ഞാൻ മുഖേനായതുകൊണ്ട്. ആ സത്യം നിനക്കറിയാമെങ്കിൽ എന്തിനാണ് ഈ മുഖംമൂടി എന്ന് നീ വ്യക്തമാക്കണം. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? പണത്തിനാണ് ആവശ്യമെങ്കിൽ ഈ ഒരു ചീപ്പ് ഡ്രാമയുടെ ആവശ്യം ദേവിക്കില്ല. ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ തരുമായിരുന്നില്ലേ? നിനക്കറിയില്ല എങ്കിൽ ശ്രീലക്ഷ്മിയോട് തന്നെ നീ ചോദിച്ചു നോക്ക്. അവളുടെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന്. സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല. സാറിനോട് ഇത്രയൊക്കെ കാണിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച ഉൾഭയത്തിൽ നിന്നുണ്ടായതാ. അതാണ് സത്യം. ആദ്യമേ ഞാൻ സാറിനോട് സത്യം പറയാം. ഇപ്പോ സാറിന്റെ കൂടെയുള്ളത് വേണ്ട, എനിക്കറിയാം ദേവിക്ക് പറയാനുള്ളത് എന്താണെന്ന്. ഇപ്പൊ എന്റെ കൂടെയുള്ളത് കൺമണിയല്ല, ശ്രീലക്ഷ്മിയാണെന്ന് എനിക്കറിയാം ദേവി. ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് നേരത്തെ അത് അറിയാമായിരുന്നു. സ്വന്തം ചേച്ചിയല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഓപ്പറേഷൻ നടത്തിയതും നിങ്ങളെ സംരക്ഷിക്കുന്നതും. ഞാൻ സ്നേഹിച്ചതും കൂടെ സംരക്ഷണമായിട്ട് കൂടിയതും മരിക്കുന്നതുവരെയും ജീവിക്കാൻ ആഗ്രഹിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും എന്റെ ശ്രീലക്ഷ്മിയോടൊപ്പം തന്നെയാണ്. അത് എനിക്ക് മാത്രം അറിയാവുന്ന സത്യം. സാർ ഈ പറഞ്ഞ തിരിച്ചറിവുകൾ എന്നെങ്കിലും സാറിനുണ്ടാകുമ്പോ എന്നെയും അനിയനെയും തിരികെ പറഞ്ഞുവിടുന്ന എനിക്കറിയായിരുന്നു. സാറ് സത്യം അറിയുന്നതിന് മുൻപ് എനിക്കും അവനും ഇനിയുള്ള കാലം ജീവിക്കാൻ ഒരു മാർഗവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സത്യമെല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞ കൺമണി മോളോട് ഇനി ചേച്ചിയുടെ അധികാരത്തിലും സ്നേഹത്തിലും ആവശ്യങ്ങൾ പറയേണ്ട ഗതികേട് വരാതിരിക്കാനാ ഞാൻ സാറിനെ ഫോണിൽ വിളിച്ച് ഇങ്ങനൊരു അതിക്രമം കാട്ടിയത്. ലോകം കാണാത്തൊരു പെണ്ണിന്റെ ബുദ്ധിക്കുറവായി മാത്രമേ സാർ ഇതിനെ കാണാവൂ. എല്ലാത്തിനും മാപ്പ്. ജീവിക്കാനുള്ള അത്യാഗ്രഹം ഇതെല്ലാം. സർ, ദയവായി ഈ പണം തിരികെ കൊണ്ടുപോകണം. ഇനി ഇത് ഞാൻ കൊണ്ടുപോകുന്നത് വലിയ തെറ്റാവും. തെറ്റും ശരിയൊന്നുമില്ല. ഇത് ദേവി എടുത്തോ. എന്റെ ശ്രീലക്ഷ്മിയെ എനിക്ക് തിരികെ തന്നതിന്റെ ഒരു സന്തോഷമായി ഞാൻ തരുന്നതാണ്. എന്റെ ജീവനാണ് ദേവി എനിക്ക് തിരിച്ചു തന്നത്. ബസ് കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല സരോജം അവര് യാത്ര മുടക്കിയത്. പിന്നെ മോളെന്താ കള്ളം പറഞ്ഞെന്നാണോ നിങ്ങൾ പറയുന്നത്? എടി, പണ്ട് നമ്മുടെ മോള് ട്രാൻസ്ഫർ ആയ സമയത്ത് രവി സാറ് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നത് ഓർക്കുന്നില്ലേ നീ? അതുപോലെ തന്നെയാ ഇതും. ആദ്യം ഇതൊക്കെ സാറ് പ്ലാൻ ചെയ്തിട്ട് പിന്നെ മോളെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. ആ, സ്നേഹമുള്ളവരെ അങ്ങനെയാ. സത്യം പറഞ്ഞ മോള് പോകുന്നു പറഞ്ഞപ്പോ എന്തുമാത്രം ഞാൻ വിഷമിച്ചു എന്നറിയാമോ? അതിനിടയില് അവൾക്ക് വയ്യാതെ കൂടെ ആയപ്പോ ഭയങ്കര വിഷമായി. നാഗരികാവില് കുങ്കുമിട്ടപ്പോ ശരിയായതാ എനിക്ക് അത്ഭുതം. നമ്മൾ മോളെ വളർത്തി നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചു. ആ ആശ്വാസത്തിനിടയിലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്തത് മോൾക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്ന. അഷ്ടമി ദിവസം വരുമ്പോ നെഞ്ചിലൊരു തീയ.
മോള് ഇവിടെ ആയിരുന്നപ്പോ നമ്മുടെ ഒരു ശ്രദ്ധയുള്ളതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും അഷ്ടമിയില്ലാതിരുന്നിട്ടും. ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്തോ. ആ ഒരു കുറവ് കൂടി മാറിയാലേ നമ്മുടെ മോള് ഉത്തമയായ ഭാര്യയും മരുമകളൊക്കെ ആവും. ഞാൻ പഴയ സ്ഥലത്ത് തന്നെ കിടന്നോളാം, ടെറസില്. മുമ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ എന്റെ ഉള്ളിലുള്ള ഇഷ്ടം സാറിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് സാർ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പഴയ പോലെ ഒരു മുറിയിൽ കിടക്കാം. തീരുമാനം കൺമണിക്ക് അനുകൂലമാണെങ്കിൽ മാത്രം. കൺമണിയെ എനിക്കിഷ്ടമായിരുന്നു. അത് പക്ഷേ ശ്രീലക്ഷ്മിയാണെന്ന് കരുതിയിട്ടാ. അങ്ങനെയല്ലെന്ന് ഇയാൾ തന്നെ ഉറപ്പിച്ചു പറയുമ്പോ ഇനിയും നമ്മൾ രണ്ടു വഴിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ കടന്നു എന്ന് കരുതി എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കെന്ത് തോന്നുന്നു കരുതി താൻ ടെറസിൽ പോയി കിടന്ന് മഞ്ഞും മഴയും കൊള്ളേണ്ട കാര്യമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ എന്റെയും തന്റെയും മാത്രം ജീവിത പ്രശ്നം. മറ്റുള്ളവരുടെ മുമ്പിൽ താനിപ്പോഴും എന്റെ ഭാര്യ ശ്രീലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ട് താൻ ഇവിടെ കിടന്നാൽ മതി. ഇത്തവണ രാഘസുത പറഞ്ഞു വിട്ടയാളെ രവിവർമ്മൻ കൈയോടെ പിടിക്കുകയും ചെയ്തു. അവന്റെ ഭാഗ്യത്തിലാ നെഞ്ചിൽ വെക്കേണ്ട വെടി കാലിൽ വെക്കാൻ അയാൾക്ക് തോന്നിയത്. ഇതിനപ്പുറം ഒരു തിരിച്ചടി കിട്ടാനുണ്ടോ രാഘസുതയ്ക്ക്? മനസ്സിലായി സാറേ. വെടിവെച്ചത് അവനെയാണെങ്കിലും അത് വന്നുകൊണ്ടത് എന്റെ ഈ തിരുനെറ്റിയില. സാറ് പറഞ്ഞതുപോലെ ഒളിച്ചുകളി ഇനി നിർത്താം. എത്രയും വേഗം വക്കീലിനെ കാണണം. ഞാൻ വിളിച്ചിരുന്നു. നമ്മൾ കൊടുത്ത അപ്പീൽ കോടതി തള്ളിയ സ്ഥിതിക്ക് ജാമ്യം കിട്ടാൻ ഇനിയും താമസിക്കുമെന്നാ പറയുന്നത്. അതുവരെ രാഘസുത അടങ്ങിയിരിക്കുന്നതാ നല്ലത്. അടങ്ങിയിരുന്നിട്ടും കാര്യമൊന്നും ഇല്ല സാറേ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഇവിടേക്ക് തന്നെ വരും. ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ ആലോചന ഞാൻ ഇവിടെ അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല. ആ ഓരോ നിമിഷവും അവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ പറയുന്നത് കൊണ്ട് രാഘസുത വേറൊന്നും വിചാരിക്കരുത്. വേണ്ട, അതെന്നോട് പറയണ്ട. കാരണം എനിക്കറിയാം സാർ എന്താ പറയാൻ പോകുന്നേന്ന്. അങ്ങനെ ഒരു ഉപദേശത്തിലോ ഉപദേശം കേട്ടുള്ള തിരിച്ചറിവിലോ ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല ഈ രാഘസുതയുടെ ലക്ഷ്യങ്ങള്. തീരുമാനിച്ചുറപ്പിച്ച് രാഘസുത ആയുധം എടുത്തിട്ടുണ്ടെങ്കില് ചോര കണ്ട് അത് തിരികെ വയ്ക്കൂ. എന്റെ മനസ്സിൽ ഞാനൊന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം അതുപോലെ നടന്നാല് അവസാനത്തൊരു മരണക്കളിക്ക് വർമ്മം വില്ല വേദിയാകും. അതിനെനിക്ക് സാറിന്റെ സഹായം വേണം. ഞാൻ എങ്ങനെ സഹായിക്കണമെന്ന് വിശദീകരിക്കാം. ആ ഉപകാരം സാർ എനിക്ക് ചെയ്തു തരുന്നതിന് സാറിന്റെ ഒരു വർഷത്തെ ശമ്പളവാ ഞാൻ തരുന്ന അഡ്വാൻസ്. ബാക്കി സാറ് പറയുന്ന പോലെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും അവളുടെ ഇത്തരം ഒളിപ്പോരുകൾക്ക് ഇടം കൊടുക്കരുത്. എല്ലാത്തിനും ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കാൻ സമയമായി എന്നെന്റെ മനസ്സ് പറയുന്നു. കൊള്ളാം. ശത്രുവിനെ പ്രകോപിപ്പിച്ച് മുന്നിലെത്തിക്കുക എന്ന ചാണക്യ തന്ത്രം. ഇനിയിപ്പോ നീ വരച്ചിടുന്ന കളത്തിലേക്ക് സർവശക്തിയുമായി രാഗസുത എത്തുമെന്നർത്ഥം. കറക്റ്റ്. ഒരു അവസാന അംഗത്തിന് നാം തന്നെ നിലമൊരുക്കിയ സ്ഥിതിക്ക് രാഗസുത മുന്നിലേക്ക് വരുമ്പോൾ സർവ്വസന്നാഹങ്ങളുമായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം രാജാറാം.
ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ പോലും ആരുടെയും ജീവൻ പോകാനിടയാകരുത്. പ്രത്യേകിച്ച് കൺമണി എന്ന ശ്രീലക്ഷ്മിയുടെ. കൺമണി എന്ന ശ്രീലക്ഷ്മി? നീ ഇപ്പോഴും അവള് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ലേ? എങ്ങനെ വിശ്വസിക്കും രാജാറാം? എങ്ങനെ? അവൾ തന്നെ സ്വന്തം നാവുകൊണ്ട് പറയുകയല്ല താൻ കൺമണിയാണെന്ന്. പക്ഷെ രവി, വേണ്ട. വീണ്ടും വീണ്ടും അതേ പല്ലവി നീ ആവർത്തിക്കണ്ട. അവൾ കൺമണിയായാലും ശ്രീലക്ഷ്മി ആയാലും വല്ലാത്തൊരു ദുരൂഹതയാണെന്ന് അവൾക്ക്. അവൾ സ്വയം ഒരു രഹസ്യവും മറ്റെന്തോ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരിയാണിപ്പോ. ഞാനത് കണ്ടുപിടിക്കും ഉടൻ തന്നെ. ഞാനിതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചു. പക്ഷേ ഈ കാര്യം രവി സാർ അറിയുമ്പോ സാർ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനാണ് ചിലപ്പോ എനിക്ക് ഉത്തരം പറയാനാവാത്തത്. പിന്നെ എങ്ങനെ ഇത് ഡീൽ ചെയ്യണോന്നാ മാഡം പറയുന്നേ? എനിക്ക് തീർച്ചയുണ്ട്. രേഖ മാഡം ഒരു പാവ. പക്ഷെ രാജലക്ഷ്മി മാഡം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ആ സ്ത്രീ ഒറ്റൊരാളുടെ കുതന്ത്രം ഇതല്ല. സ്വന്തം അമ്മയുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് രേഖ മാഡത്തിന് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. ഉറപ്പാ എനിക്ക്. ശരിയാ. ചില പെറ്റമ്മമാര് പോറ്റമ്മമാരെക്കാളും അപകടമായിട്ട് മാറാറുണ്ട്. മക്കളോടുള്ള സ്വാർത്ഥത അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു എന്ന് വരും. ഡെയിലി പേപ്പറിൽ വായിക്കുന്നതല്ലേ നമ്മള്. ഏതായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മളായിട്ട് ഇടം കൊടുക്കാൻ പാടില്ല. ഈ എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിച്ചേ പറ്റൂ. അൺനോൺ നമ്പറിന്നോ? അയാള് തന്നെയാണെന്നാ തോന്നുന്നത്. മാഡം എടുക്ക്. എന്താ പറയുന്നെന്ന് കേൾക്കാലോ. ആവശ്യം പഴയതുപോലെ ക്യാഷ് ആണെങ്കിൽ സമ്മതിച്ചേക്ക്. അയ്യോ ഈശ്വരാ, അരി ഇപ്പൊ വെന്ത് കുഴഞ്ഞു കാണുമല്ലോ. ഇനി ഇത് മതി അങ്ങനെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ. അല്ലെങ്കിൽ എന്ത് പറയാനാ? ഒരു തുള്ളി വെള്ളം എടുക്കാൻ കിണറ്റിക്കര ചെന്നാലേ പെണ്ണുങ്ങളെ മാറി തരത്തില്ലല്ലോ. ഇന്നലെ കണ്ട സീരിയലിന്റെയും മിനിഞ്ഞാന്ന് വാങ്ങിയ സാരിയുടെ കുറ്റവും കുറവും പറഞ്ഞ് തോണ് പോലെ അങ്ങ് നിക്കും. ഒരിഞ്ച് അങ്ങോട്ട് മാറി തരുമോ? ഇവിടെ പരി വെന്താലെന്ത് വെന്തില്ലെങ്കിൽ എന്ത്, അവനവന്റെ കാര്യം അത്ര തന്നെ. എന്റെ കരിക്കോത്തിയമ്മേ, നീ ഇതപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അമ്മ ഇത് ആരെയാ ശകാരിക്കുന്നേ? ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട, എന്നും ഉള്ളതല്ലേ. നിനക്കെന്തോ ഒരു മാറ്റം പോലെ. മുഖത്ത് രക്തപ്രസാദം ഒട്ടുമില്ലല്ലോ. എന്താടി ഇങ്ങനെ വിളറിയിരിക്കുന്നേ? ഓ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ബാംഗ്ലൂരേക്കുള്ള രാത്രി യാത്രയും തിരിച്ചു വരവും ഉറക്കമില്ലായ്മയും ആകെ ഒരു ബഹളമായിരുന്നു. അതിന്റെയൊക്കെ ക്ഷീണം കാണും, അത്ര തന്നെ. അമ്മ ഒരല്പം ചായക്ക് വെള്ളം വെക്ക്. കുറച്ചു ദിവസമായില്ലേ അമ്മയുടെ കൈ കൊണ്ട് ചായ കുടിച്ചിട്ട്. ഇനിയും വല്ല നാടുകടത്തിലും ഉണ്ടായാൽ നിങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ആർക്കറിയാം. ഒരു മിനിറ്റ് അമ്മേ, സാന്ദ്ര. ആ സാന്ദ്ര. ഇല്ല, ഞാനെന്താ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാ. ചെക്ക് ലീഫ് എന്റെ ഡ്രോയറിൽ കാണുമല്ലോ, അത് വെച്ച് എന്താ പരിപാടി? ദേ, സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ. പണം പോകുന്നതല്ല എന്റെ പ്രശ്നം, കുടുംബം തകരുന്നതാ.
ഓക്കെ ശരി. ഈ വീഡിയോ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. That sounds good. ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യില്ല. പകരം നിങ്ങളും ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല. ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്താ ഡീൽ ഉറപ്പിക്കാമോ നമുക്ക്? അതൊന്നും പറ്റില്ല. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര കാശ് കൊടുത്തിട്ടാണെന്നോ ആ രാഗസൂത പോലും അറിയാതെ ഈ വീഡിയോ സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട 1 കോടി തരണം. തന്നേ പറ്റൂ. ഞാൻ തന്നാലോ? 1 കോടി രൂപയല്ല, 1 കോടി മുണ്ടും 1 ചുവന്ന പട്ടും നിങ്ങളെ പുതപ്പിച്ച് കിടത്താം. സി രേഖ മാഡം, ഇത് ലൈസൻസുള്ള തോക്ക. എനിക്കോ എന്റെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഇടപാടിന്റെ പേരിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഇത് പൊട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ എന്റെ സ്വന്തം തലയ്ക്ക് നേരെ. നിങ്ങളായിട്ട് അതിന് ഇടവരുത്തരുത്. ആഹാ, ബലേബേഷ്. ഇതിനെയാണ് പണ്ടുള്ളവർ പാളയത്തിൽ പടാ എന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ തലയ്ക്കകത്ത് അല്പം ആള് താമസമുള്ളത് രേഖാ മേഡത്തിനാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് മാഡം തന്നെ ഒരു തീരുമാനം പറ. ഞങ്ങളിത് എന്ത് ചെയ്യണം? ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാ. 2 വീഡിയോയും നമുക്ക് മരവിപ്പിക്കാം. പ്ലീസ് ഡോണ്ട് ഗോ ടു പോലീസ്. സമ്മതം. പക്ഷേ ഈ കോംപ്രമൈസിന് ഒരു കണ്ടീഷൻ കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതും കൂടി രേഖാ മേഡം സമ്മതിച്ചാലേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും. എന്ത് കണ്ടീഷൻ? മാഡത്തിന്റെ ഈ അമ്മയുടെ വരവിന് ശേഷമാണ് മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയതെന്നാ ശ്രീലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞത്. അതിനി അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. രഘുവർമ്മൻ സാറിനെ സ്വന്തം ജീവനെ പോലെ കരുതുന്ന രവിവർമ്മൻ സാറിന്റെ അനിയത്തിക്കുട്ടിയെ വർമ്മൻ ഫാമിലിക്ക് മടക്കി വേണം. വേണ്ടാത്തത് ഈ രാജലക്ഷ്മിയാ.